റിലീസിന് മുൻപ് തന്നെ മുൻകൂർ ബുക്കിംഗ് റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ് മുന്നേറുകയാണ് മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലൊരുങ്ങുന്ന എമ്പുരാൻ. ഹോളിവുഡിൽ നിന്നുൾപ്പെടെ വമ്പൻ താരനിരയാണ് സിനിമയുടെ ഭാഗമായെത്തുന്നത്. ഇതിനു പുറമെ ചിത്രത്തിലെ ക്യാമിയോ റോളുകളിൽ മലയാളത്തിലെയും മറ്റു ഭാഷകളിലെയും പല സൂപ്പർ താരങ്ങളുടെയും പേര് സമൂഹമാധ്യമങ്ങളിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടിയുടേതാണ്. കഴിഞ്ഞ വർഷം നവംബർ 1 കേരള പിറവി ദിനത്തിൽ എമ്പുരാന്റെ അണിയറ പ്രവർത്തകർ ചിത്രത്തിന്റെ ഒരു ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടിരുന്നു. വെള്ള വസ്ത്രമിട്ട ഒരാൾ പുറംതിറഞ്ഞു നിൽക്കുന്നതായിരുന്നു ആ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. അയാളുടെ പിന്നിൽ ഒരു ഡ്രാഗണിന്റെ ചിത്രവും ഉണ്ടായിരുന്നു. ഇത് മമ്മൂട്ടിയാണോ എന്ന തരത്തിലുള്ള ചർച്ചകളായിരുന്നു പിന്നീട് ഉയർന്നത്. ഇപ്പോൾ എമ്പുരാനിൽ മമ്മൂട്ടിയുടെ ക്യാമിയോ ഉണ്ടാകുമോ എന്ന് സംബന്ധിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് മോഹൻലാൽ തന്നെ. ഒരു അഭിമുഖത്തിലായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം. മമ്മൂട്ടിയാണോ വെള്ള വസ്ത്രമിട്ട ആ വ്യക്തി എന്ന ചോദ്യം വന്നപ്പോൾ അദ്ദേഹമാണെങ്കിൽ മുഖം ഞങ്ങൾ കാണിക്കുമായിരുന്നു, ഞങ്ങൾ എന്തിനത് മറച്ചുവെക്കണം, അദ്ദേഹമല്ല അത് മറ്റൊരു നടനാണ് എന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി. അതേസമയം എമ്പുരാൻ മാർച്ച് 27 ആഗോളതലത്തിൽ റിലീസിനെത്തുകയാണ്. ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗമായ ലൂസിഫറിനേക്കാൾ ദൈർഘ്യത്തിലാണ് എമ്പുരാൻ എത്തുന്നത്. വമ്പൻ സിനിമാ നിർമ്മാണ കമ്പനിയായ ഹൊംബാലെ ഫിലിംസാണ് ചിത്രത്തിന്റെ കർണാടക ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. ദിൽ രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസ് ആണ് ചിത്രം ആന്ധ്ര, തെലുങ്കാന സംസ്ഥാനങ്ങളിൽ എത്തിക്കുന്നത്. അനിൽ തഠാനെ നേതൃത്വം നൽകുന്ന AA ഫിലിംസാണ് ചിത്രം നോർത്ത് ഇന്ത്യയിൽ വിതരണത്തിന് എത്തിക്കുന്നത്. കേരളത്തിൽ ആശീർവാദും തമിഴ്നാട്ടിൽ ഗോകുലം മൂവീസുമാണ് ചിത്രം എത്തിക്കുക. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.